അങ്ങനെ പെരിയയില് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ 14 CPM പ്രവർത്തകർക്ക് ശിക്ഷ കിട്ടി. ചിലവർക്ക് 5 വർഷം തടവ്, ചിലവർക്ക് ജീവപര്യന്തം. ഇതൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളല്ലേ? അതെ അതെ, വെട്ടിക്കൊലപ്പെടുത്തിയിട്ടാണല്ലോ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെ കൊലപാതകം നടത്തണെന്ന ഒരു പിടിയും കിട്ടാതെ. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വളർച്ചയും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണെന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അതെ, അതാണല്ലോ ശരി. പക്ഷെ അതിനെവിടെ കൊലപാതകത്തിന് സ്ഥാനം? രാഷ്ട്രീയത്തില് കൊലപാതകത്തിന് യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ ചില ആൾക്കാര് അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവും. ആശയങ്ങൾ കൊണ്ടാണ് എതിർക്കേണ്ടത്, അതായത് വാളും പോകുമ്പോണ്ടൊന്നുമല്ല. എന്നാലും ഇതൊക്കെ ചെയ്യുന്നവരോടൊക്കെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. അതെ അതെ, മനുഷ്യനെ തന്നെ കൊല്ലണം, എന്നിട്ട് അതിന് പേര് രാഷ്ട്രീയ കൊലപാതകവും. പീയൂഷേ, ഇവർക്ക് ധൈര്യം ഉള്ളത് കൊണ്ടല്ല ഈ കൊലപാതകം നടത്തുന്നത്, ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ. എനിക്കൊരു കോഴിനെ കൊല്ലാൻ തന്നെ ഭയങ്കര പേടിയാ. ആശയങ്ങൾ കൊണ്ട് പോരാടാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരൊരാൾ ഇല്ലാതാക്കാൻ നോക്കണത്. അതല്ല, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ആശയങ്ങൾ വെച്ചല്ലേ അവർ പോരാടേണ്ടത്. അതും ശരിയാ. എന്നാലും ആൾക്കാരെ കൊല്ലാന്നൊക്കെ വെച്ചാ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതിന് വരെ തയ്യാറാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. അതെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതിപ്പോ എല്ലാ പാർട്ടിക്കാരും നടത്തണ്ടല്ലോ ഈ കൊലപാതകങ്ങള്. ഫുട്ബോൾ കളിയിലെ ഗോള് പോലെയായിരുന്നു ഒരു സമയത്ത്. ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ, പിന്നെ അവിടെ, പിന്നെ ഇവിടെ. അതെ, അധികാരമോഹവും പണത്തോടുള്ള ആർത്തിയും അത് പലപ്പോഴും മനുഷ്യനെ അല്ലാതാക്കുന്നുണ്ട്. കൊലപാതകത്തില് ചെറിയ പങ്കുള്ള ആൾക്കാരെ പോലും പിന്നെ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കരുത്. പിന്നെ അവൻ ക്രിമിനല് മാത്രമാണ്. ഓരോ മരണങ്ങളും അവസാനിക്കുന്നത് നഷ്ടങ്ങളിൽ മാത്രമാണ്, വേദനകളിലും. ഏത് പാർട്ടിയിലായാലും മരിച്ചവരുടെയും കൊന്നവരുടെയും കുടുംബങ്ങളുണ്ട്. നാളെ അവരുടെ ജീവിതം എന്താകും? അച്ഛനെ കാത്തിരിക്കുന്ന മക്കള്, ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ, മക്കളെ കാത്തിരിക്കുന്ന അമ്മമാര്, ഇവരുടെ മുന്നിലേക്ക് വരുന്ന ഈ ജീവനില്ലാത്ത ശരീരത്തിൽ നിന്ന് കൊന്നവർ എന്താണ് ഉണ്ടാക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അവരിതിന് മറുപടി പറയേണ്ടി വരില്ലേ? വരും. ഈ കൊല്ലുന്നവനും ഉണ്ട് ഒരു കുടുംബം. അവനെയും കുടുംബത്തെയും ജീവിതകാലം മുഴുവൻ പിന്നീട് വെറുപ്പോട് കൂടിയ സമൂഹം കാണുള്ളൂ. അതെ, നമുക്ക് കിട്ടിയത് ചെറിയൊരു ജീവിതമാണ്. അവിടെ സ്നേഹിക്കാൻ പഠിക്കുക, അല്ലാണ്ട് കൊല്ലാനല്ല.